Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. സുമിയെ കിച്ചുന് നല്ല അടിയാണ് പറഞ്ഞേ. മൈക്കോണാണ് മ്യൂട്ട് ചെയ്ത്. പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മള് മൊഡ്യൂള് എത്രയാണ്? മൊഡ്യൂള് 3 ആണ്. 4. മൊഡ്യൂള് 4 മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേജ് നമ്പർ ഒക്കെ കിട്ടിയവര് പേജ് നമ്പർ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പുതിയ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 9 ആണ് എന്റെ കിടക്കണേ. എല്ലാവർക്കും ഏറെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഷെയർ ചെയ്തേ. പേജ് നമ്പർ 50. Monitoring and improving patient satisfaction. കിട്ടാ? എല്ലാവർക്കും കിട്ടിയാ? കിട്ടില്ലേ? തുടങ്ങാം. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. 11:36 ടൈം കളയണ്ട. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും സ്ക്രീൻ ഷെയർ ചെയ്തത്? ഓക്കെ, അപ്പൊ എല്ലാവരും എടുത്തില്ലേ? ചാപ്റ്റർ 9 മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അതിന്റെ എന്താ, അത് നിരീക്ഷിക്കുക. അതിന്റെ നിരീക്ഷണവും മെച്ചപ്പെടുത്തണം എങ്ങനെയെന്നൊക്കെ നോക്കണം. അതിന്റെ മോണിറ്റർ ചെയ്യണത് നമ്മൾ അതിന്റെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൂട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയണത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ഇൻട്രഡക്ഷൻ കുറച്ച് കൂടുതലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് അതിന്റെ അർത്ഥം പറയുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഓരോ ലൈനിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പോർഷൻ തീരെയില്ല. ഇൻട്രഡക്ഷൻ ആണിത്. ഇതിൽ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയും. നിങ്ങളെ അണ്ടർലൈൻ ഇട്ടാൽ മതി. ഓക്കെ, ഇത് പേഷ്യന്റിന്റെ തൃപ്തി. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ആ ഹോസ്പിറ്റൽ ഇഷ്ടപ്പെടണമെങ്കിൽ, നമുക്ക് ആ ഡോക്ടർ, അവിടുത്തെ നഴ്സുമാര്, അവരുടെ ട്രീറ്റ്മെന്റ് നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുക അത് തന്നെയാണ് ഇവിടെ പറയണത്. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറയണത്. അതെന്തൊക്കെയുള്ള രീതിയിലാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇൻട്രഡക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ കമ്പാരറ്റീവ് phenomenon which has been around since 1916, but active research on the topic was started in late 1970 and early 1980. This led to the substitution of the idea of quantity of life by a more patient and centered concept of quality of life. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, ഇവിടെ കൺസെപ്റ്റ് വന്നേക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്. Patient satisfaction incorporates the patient perceived requirements, his expectations from the health system, and experience of healthcare. This multi-dimensional concept consists of both medical and non-medical aspects of healthcare. അപ്പൊ അതിന്റെ ഫുൾ എന്താ പറയണേന്ന് നോക്കാം. പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നത് അതൊരു കമ്പാരറ്റീവ് ഫിനോമിനൻ ആണ്. കമ്പാരറ്റീവ് ഫിനോമിനൻ എന്ന് വെച്ചാൽ എന്താ, അതിനെ താരതമ്യം ചെയ്യുന്നത്, താരതമ്യേനുള്ള ഒരു പ്രതിഭാസമാണ്.
അതാ പറയണത് അല്ലെ. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പേഷ്യൻസിന്, പലതരത്തിലും പല താരതമ്യം ഉണ്ടാവും അല്ലെ. ഓരോരുത്തർക്ക് പല രീതിയിലായിരിക്കും അവരുടെ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് എല്ലാവരെയും എല്ലാ രീതിയിലും സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ഹോസ്പിറ്റൽ എന്ന നിലക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണതൊക്കെ നമ്മൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയണത് പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സംതൃപ്തി എന്നത് അതെന്താ, ഒരു താരതമ്യേനുള്ള ഒരു പ്രതിഭാസമാണ്. അത് 1960 മുതൽ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന ഇതിനെ കുറിച്ച് ഇവിടെ ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതാ ഇവിടെ പറയണത്. എന്ന് മുതലാ 1960 മുതൽ ഇതിനെ കുറിച്ച് ഗവേഷണം, പണ്ട് മുതലുള്ള ആൾക്കാര്, അതിന്റെ വേണ്ടപ്പെട്ടവര്, അതിന്റെ പ്രധാനികള് ഗവേഷണം ആരംഭിച്ചു. 1970കളിലെ അവസാനങ്ങളിലും 1980ന്റെ തുടക്കത്തിലും ഇതിനെ കുറിച്ച് അവര് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയണത് എന്താ, ജീവിതത്തിന്റെ അളവ് എന്നത് ഏതാശയത്തെ മാറ്റിയിരിക്കുന്നത്, അത് ജീവിത നിലവാരം എന്നാക്കി മാറ്റി. ജീവിതത്തിന്റെ അളവ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു. ജീവിതത്തിന്റെ അളവ് എന്നത് എന്തായിരുന്നു, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു. പക്ഷെ മോർ പേഷ്യന്റ് സെന്റേർഡ് കൺസെപ്റ്റ് അത് പിന്നീട് എന്തായി മാറി, ക്വാളിറ്റി ഓഫ് ലൈഫായി മാറി. ജീവിത നിലവാരം എന്നാക്കി മാറ്റി. ജീവിതത്തിന്റെ അളവ് എന്നുള്ളത് ജീവിത നിലവാരം എന്നതാക്കി മാറ്റി. ക്വാളിറ്റി, അതിന്റെ ആ ഒരു ക്വാളിറ്റി ലൈഫാക്കി മാറ്റി. ഓക്കെ, അത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്തിട്ട്. പിന്നീട് ഇതിപ്പോ 1970 1980 തുടക്കത്തിലൊക്കെ ഇതിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് എന്തായിട്ട് മാറി, ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഐഡിയ. ഇതെന്ത് ഐഡിയ ആയിട്ട് മാറി, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നത് പിന്നീട് അതിന്റെ കൺസെപ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫിലോട്ട് മാറി. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ജീവിത നിലവാരം, ജീവിതത്തിന്റെ അളവ് എന്നത് മാറിയിട്ട് ജീവിതത്തിന്റെ നിലവാരം എന്നാക്കി മാറ്റി. പിന്നെന്താ പറയണേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് ദ പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്. അതിനെന്താ, പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത്, ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നത് ആ പേഷ്യന്റിന്റെ ആവശ്യകതകള്, ആരോഗ്യ സംവിധാനത്തിൽ നിന്നുള്ള അവന്റെ പ്രതീക്ഷകള്, പിന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ നിന്നുള്ള അവന്റെ അനുഭവങ്ങള് എന്നിവയെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് അവൻ സാറ്റിസ്ഫാക്ഷൻ ആവുന്നത്. അതല്ലേ, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളുടെ ആരോഗ്യം, നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച കിടന്നാലും നമുക്ക് നമ്മുടേതായ അസുഖങ്ങൾ മാറിയില്ല, നമുക്ക് ഹെൽത്ത് ആയിട്ട് നിൽക്കാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. ഇത്രയും ദിവസം വന്നിട്ടും എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ, ഇപ്പോഴും പെയിൻ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. അപ്പൊ ഇത് നമ്മളുടെ ഹെൽത്തിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ്. എന്തിനാ കോർപ്പറേറ്റ് ചെയ്യുന്നത്, പേഷ്യന്റ് റിസീവ്ഡ് റിക്വയർമെന്റ്സ്. അതൊന്നാമത്തെ കാര്യം. എന്താ, പേഷ്യന്റിന്റെ ആവശ്യകതകള്, രോഗിയുടെ ആവശ്യകതകള്. രോഗിക്ക് ഒരുപാട് ആവശ്യകതകൾ ഉണ്ടാവും. അതും പറഞ്ഞ് ആവശ്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാവുന്ന ആവശ്യകതകൾ അല്ലെ, അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആവശ്യങ്ങളല്ല. ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യന്റിന് എന്ത് കിട്ടാൻ പറ്റുമോ അതിന്റെ ആവശ്യങ്ങള്. പിന്നെ ആരോഗ്യത്തില്, അതിന്റെ ആരോഗ്യ സംവിധാനത്തിൽ നിന്നുള്ള ആ ഒരു പേഷ്യന്റിന്റെ പ്രതീക്ഷകൾ. ഒരുപാട് പ്രതീക്ഷയായിട്ടായിരിക്കും ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. പക്ഷെ അവിടെ വരുമ്പോൾ എന്താ, ആ പേഷ്യന്റിന് വിചാരിച്ച പോലെ അവരുടെ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. അപ്പൊ പേഷ്യന്റിന് സങ്കടം വന്നു, നിരാശ വന്നു അല്ലെ. അതാ പറഞ്ഞ ഹിസ് എക്സ്പെക്ടേഷൻസ്, അവന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉള്ള ആ ഒരു ഹെൽത്ത് സിസ്റ്റം അവിടെ കിട്ടിയില്ല. പിന്നെന്താ പറഞ്ഞേ, എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, ആരോഗ്യ പരിരക്ഷയുടെ ആ ഒരു അനുഭവം എങ്ങനെയാ അതിന്റെ ജീവിതത്തിൽ, അതിന്റെ ആ ഒരു ഹെൽത്ത് കെയർ എവിടെ നിന്ന് കിട്ടിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല. This multi-dimensional concept consists of both and medical, non-medical aspects of health care. എന്ന് വെച്ചാൽ ഈ എല്ലാ ഡയമെൻഷൻ, 3 കാര്യങ്ങൾ പറഞ്ഞു. പേഷ്യന്റിന്റെ ആവശ്യങ്ങള്, പേഷ്യന്റിന്റെ പ്രതീക്ഷകള്, പേഷ്യന്റിന്റെ അനുഭവങ്ങള്. ഇതിൽ നിന്നൊക്കെ പേഷ്യന്റിന് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ ആ ഒരു ബഹുമുഖ ആശയം, അതാണ് മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത് ബഹുമുഖാശയം എന്ന് പറയുന്നത് എന്താ, ഈ പറഞ്ഞ 3 കാര്യങ്ങള്, ആവശ്യങ്ങള്, റിക്വയർമെന്റ്സ്, എക്സ്പെക്ടേഷൻസ്, പിന്നെന്താ എക്സ്പീരിയൻസ്. ഈ ഒരു ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഈ ഒരു ആശയം ആരോഗ്യ പരിപാലനത്തിന്റെ മെഡിക്കൽ ആയാലും നോൺ മെഡിക്കൽ വശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ, അതാ ഇവിടെ പറയണത്. ഈ ആവശ്യങ്ങൾ എന്തൊക്കെ ഉൾക്കൊള്ളും, മെഡിക്കൽ ആരോഗ്യപരമായിട്ടും നോൺ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്.
അപ്പൊ മനസ്സിലായ? അപ്പൊ നിങ്ങൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത എക്സാമിന് ഇതിൽ കൂടുതലായിട്ട് ഉള്ളിൽ ചേർന്ന് പഠിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടാ. പേഷ്യന്റിന്റെ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സിന്റെ ഏതാ? പെർസീവ്ഡ് റിക്വയർമെന്റ്സ്. പേഷ്യന്റിന്റെ പെർസീവ്ഡ് റിക്വയർമെന്റ്സും ഹിസ് എക്സ്പെക്ടേഷൻസ് പിന്നെ എക്സ്പീരിയൻസ്, ഈ 3 കാര്യങ്ങള് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന കൺസെപ്റ്റ് മാറിയിട്ട് പിന്നീട് വന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതും അണ്ടർലൈൻ ചെയ്തിടാം. ആ പാരഗ്രാഫിൽ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടാ? സ്പീഡ് കൂടുന്നുണ്ടാ? മനസ്സിലാകുന്നുണ്ടാ? ഇല്ല. അശ്വിൻ ഓക്കെ മനസ്സിലാവുന്നുണ്ട്. സ്പീഡ് കൂടുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. സുമിമോള് കുഴപ്പമില്ല. ഓക്കെ ഇല്ല. ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ മെഷർ ഓഫ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് പേഷ്യന്റ് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹെൽത്ത് കെയർ വിച്ച് ദേ ഗോട്ട് ഫ്രം ദെയർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. Patient satisfaction is concerned with how patient assess the quality of their healthcare experience. It is increasingly being evaluated in surveys of healthcare settings as a maker of quality of care, together with other dimensions of quality like access, relevance to requirements, effectiveness and efficiency. എന്താ ഇവിടെ പറയണേ? ഇവിടെയും പറയുന്നത് സെയിം തന്നെയാണ്, രോഗിയുടെ സാറ്റിസ്ഫാക്ഷന്റെ കാര്യങ്ങൾ. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സംതൃപ്തി എന്നത് ഒരു രോഗി അവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന്, അതാ പറയണത്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ആരോഗ്യ പരിരക്ഷയിൽ എത്രത്തോളം സംതൃപ്തനാണെന്ന് എന്നതിന്റെ ഒരു അളവുകോലാണ്. അതാണ് മെഷറാണ്, ഒരു അളവുകോലാണ് സാറ്റിസ്ഫാക്ഷൻ. ഒറ്റ വാക്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റിസ്ഫാക്ഷൻ എന്നത് ഈസ് എ മെഷർമെന്റ് ഓഫ് എക്സ്റ്റെന്റ് ടു വിച്ച് പേഷ്യന്റിന്റെ ഒരു അളവുകോലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യന്റിന് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കിട്ടിയത്, ആ പേഷ്യന്റിന്റെ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ഹെൽത്ത് കെയർ അവിടെ കിട്ടിയോ, അങ്ങനെയുള്ള ഒരു അളവുകോലാണ് പേഷ്യന്റിന്റെ തൃപ്തി എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ലൈൻ പറയണത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? രോഗിയുടെ സംതൃപ്തി എന്നത് രോഗികൾ അവരുടെ അനുഭവത്തിന്റെ ഗുണനിലവാരത്തെ വിലയിരുത്തുന്നു. ആ വിലയിരുത്തണ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവർ വിലയിരുത്തണേ? അതാ ഇവിടെ പറഞ്ഞത്, ഇൻക്രീസിംഗ്ലി ബീയിങ് ഇവാലുവേറ്റഡ്. അവർ വിലയിരുത്തണ്ട് സർവേ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. അതെങ്ങനെ വിലയിരുത്തണേ? അവർക്ക് ലഭിക്കുന്ന പരിചരണം അവർ വിലയിരുത്തുന്നത് ഏതിലേക്ക്? ഗുണനിലവാരമുള്ളതാണോ എന്ന് അവര് സെറ്റിംഗ്സ് ഓഫ് മേക്കർ ക്വാളിറ്റി ഓഫ് കെയർ ടുഗദർ വിത്ത് അതർ ഡൈമെൻഷൻ ക്വാളിറ്റി ലൈക്ക് ആക്സസ്, റെലവൻസ് ടു റിക്വയർമെന്റ്സ്, എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. അവർക്ക് എങ്ങനെ അവർ വിലയിരുത്തണേ? അവർ വിലയിരുത്തുന്നത് അവർക്ക് ലഭിക്കുന്ന പരിചരണം ഗുണനിലവാരമുള്ളതാണോ, ആണോ? ലഭ്യമാകുന്ന സർവീസുകള്, അവിടെ സേവനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ അവർക്ക് ലഭ്യമാകുന്ന സർവീസുകള്, പിന്നെ അവിടുത്തെ ഫെസിലിറ്റി, അവിടെ എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടോ, പിന്നെ അവിടുത്തെ എക്യുപ്മെന്റ്, എല്ലാ ഉപകരണങ്ങള്, ഇതെല്ലാം അവർക്ക് ഗുണനിലവാരമുള്ളതാണോ, അതും നോക്കും. ഒന്നാമത്തെ എന്താ പറഞ്ഞേ? ഫസ്റ്റ് വൺ അവർ പറഞ്ഞത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അവരുടെ ബന്ധപ്പെട്ട സർവേകളാണ് ഈ പറയണത്. ഇവര് ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലെ സാറ്റിസ്ഫാക്ഷൻ നോക്കണ ഒരു അളവ് കോലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ അളവ് കോലിൽ ഒരു സർവേ ചെയ്തയാണെങ്കിൽ ആ ഒരു സർവേ ഇവിടെ പറഞ്ഞു ഇവാലുവേറ്റഡ് ഇൻ സർവേ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ എന്തെല്ലാം നോക്കും? 4 കാര്യങ്ങൾ നോക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം, ഇതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? നമുക്ക് ലഭിക്കുന്ന പരിചരണം ഗുണനിലവാരമുള്ളതാണോ? ഒന്നാമത്തെ അതാണ്. A maker of quality of care, as a maker of quality of care. First one. രണ്ടാമത് എന്താ പറയണേ? അവർക്ക് ലഭ്യമാകുന്ന അവിടെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഫെസിലിറ്റീസ്, അവിടുത്തെ എക്യുപ്മെന്റ്സ് എല്ലാം ഗുണനിലവാരമുള്ളതാണോ? നെക്സ്റ്റ് എന്താ പറയണേ? ആവശ്യകതയുടെ പ്രസക്തി, റെലവൻസ് ഓഫ് റിക്വയർമെന്റ്സ്, അവിടുത്തെ ആവശ്യകതകളുടെ പ്രസക്തി. പിന്നെ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമത, ഫലപ്രദമായത്, അല്ലെ? എഫിഷ്യൻസി, നല്ല കഴിവുള്ളതാണോ,
അതോ എഫക്റ്റീവ്നെസ് കാര്യക്ഷമതയുള്ളതാണോ? ഇത്രയും കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു അളവുകോലാണെന്ന് പറയുന്നത്. അതിന്റെ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതിന്റെ സർവേ ആണ്, ഇവാലുവേറ്ററി സർവേ ആണ് ഹെൽത്ത് കെയറിന്റെ. ഓക്കെ, നെക്സ്റ്റ് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ vital metric to scale overall healthcare quality. With the help of patient satisfaction survey, continuous measuring of patient satisfaction and enhancing patient experience can be achieved. It is a valuable tool to catch patient feedback without much effort. Patient satisfaction was evaluated by a questionnaire developed with the patient, which gathered information about the time spent at appointments, travel, cost and perceptions of quality of services, etc. എന്താ മൂന്നാമത് പറഞ്ഞത്? ഇവിടെ മൂന്നാമത്തെ കാര്യത്തിൽ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലേ? എല്ലാവരും ഇല്ലേ ഇവിടെ? ഇല്ല, എല്ലാവരും ഉണ്ട്. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സാറ്റിസ്ഫാക്ഷന്റെ പാഠം അത്ര സിമ്പിൾ ആണ്. നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കണേ? അപ്പം പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഓവറോൾ വൈറ്റൽ മെട്രിക് ആണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? വൈറ്റൽ മെട്രിക് എന്ന് വെച്ചാൽ എന്താ? സുപ്രധാനമായത് അല്ലെ, പ്രധാനപ്പെട്ടത്. അപ്പൊ പേഷ്യന്റിന്റെ തൃപ്തി, ആ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വൈറ്റൽ മെട്രിക്സിൽ ഓവറോൾ മൊത്തത്തിലുള്ള ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റിയാണ്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആ ഒരു ഹെൽത്ത് കെയർ ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരം അളക്കുന്ന ഗുണനിലവാരമാണ്. അതാ പറഞ്ഞത്, ഗുണനിലവാരമാണ്, ക്വാളിറ്റിയാണ്. നിലവാരം, ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? അതിന്റെ ആ ഒരു ഗുണനിലവാരം. നമ്മൾ പേഷ്യന്റിനെ എങ്ങനെയാണ് നോക്കണേ, സാറ്റിസ്ഫാക്ഷനോട് പേഷ്യന്റിനെ നോക്കണ ആ ഒരു ക്വാളിറ്റി. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഒരുപാട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ സെക്കൻഡ് പാരാഗ്രാഫിൽ നമ്മൾ പറഞ്ഞു അതൊരു മെഷർമെന്റ് ആണ്, ഒരു അളവുകോലാണെന്ന് പറഞ്ഞു അല്ലെ? ആ അളവുകോലാവണേന്റെ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, റെലവൻസ് ടു റിക്വയർമെന്റ്സ്, പിന്നെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു ഇല്ലേ? അതൊക്കെ നമ്മൾ അതിനെ സർവേ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. പേഷ്യന്റിന്റെ മെഷർമെന്റ് അളവുകോലാണെന്ന് പറയണതിന്റെ സർവേകളാണ് സെക്കൻഡ് പാരാഗ്രാഫിൽ പറഞ്ഞത്. മൂന്നാമത് പറയണത് അണ്ടർലൈൻ ചെയ്തിടാ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് എന്താ? ഒരു വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റിയാണ്. മൊത്തത്തിലുള്ള ആരോഗ്യ പരിരക്ഷയുടെ ഒരു ഗുണനിലവാരമാണ് പേഷ്യന്റിന്റെ തൃപ്തി എന്നത്. ഓക്കെ, പിന്നെന്താ പറയണേ? ഇത് അളക്കുന്നത് ഈ ഗുണനിലവാരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് സർവേയുടെ സഹായത്തോടെ രോഗിയുടെ സംതൃപ്തിയുടെ അതെന്താ? തുടർച്ചയായിട്ടുള്ള, അതാണ് ഇവിടെ പറഞ്ഞത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പേഷ്യന്റിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണ സർവേയിൽ കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസിങ് പേഷ്യന്റ് എന്താ? തുടർച്ചയായിട്ടുള്ള ഒരു അളക്കല്, പേഷ്യന്റിനെ തുടർച്ചയായിട്ടുള്ള അളക്കലും രോഗിയുടെ അനുഭവം കൈവരിക്കാൻ കഴിയുന്നതുമാണ് ഇവിടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്റെ സർവേയിൽ പറയുന്നത്, തേർഡ് പാരാഗ്രാഫിൽ പറയണത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണത് ആ ഫസ്റ്റ് ലൈൻ ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഒരു മൊത്തത്തിലുള്ള ഒരു ആരോഗ്യ പരിപാലന ഗുണനിലവാരമാണ് ഇതെന്ന് പറയണത്. പിന്നെന്താ? ഇത് പേഷ്യന്റിനെ സഹായിക്കുന്ന ആ ഒരു സർവേ, സാറ്റിസ്ഫാക്ഷന്റെ സർവേ എന്തായിട്ട് ആശ്രയിച്ചിരിക്കും? തുടർച്ചയായ ഒരു പേഷ്യന്റിനെ അളക്കലും തുടർച്ചയായിട്ടുള്ള അളക്കലും രോഗിയുടെ അനുഭവം കൈവരിക്കാൻ കഴിയുന്നതുമാണ്. ഓക്കെ, പിന്നെന്താ? കൂടുതൽ പ്രയത്നമില്ലാതെ ഒരു പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് വാല്യബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. നമ്മൾ എഫേർട്ട് എടുക്കണ്ട. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സർവേ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള പേഷ്യന്റിന്റെ അറിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ പേഷ്യന്റിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിന്റെ എന്താ ഈ കൂടുതൽ പ്രയത്നമില്ലാതെ നമ്മൾ എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വാസ് ഇവാലുവേറ്റഡ് ക്വസ്റ്റ്യനെയർ ഡെവലപ്ഡ് എന്ന് വെച്ചാൽ എന്താ? രോഗികളുമായി വികസിപ്പിച്ച ഒരു ചോദ്യാവലിയുടെയാണ് പേഷ്യന്റിന്റെ സംതൃപ്തി നമ്മൾ വിലയിരുത്തുന്നത്. പേഷ്യന്റിന്റെ ആ സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ പേഷ്യന്റിനെ വിലയിരുത്തും? ആ പേഷ്യന്റിന്റെ ഇവാലുവേറ്റഡ് ബൈ എ ക്വസ്റ്റ്യനെയർ ഡെവലപ്ഡ് വിത്ത് പേഷ്യന്റ് which gathered information about the time spent, appointments, travel cost and perception of quality of service. എന്ന് വെച്ചാൽ രോഗികളുമായിട്ട് വികസിപ്പിച്ചെടുത്ത, രോഗികളുമായിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു ബന്ധം, നല്ലൊരു ഡീലായിട്ട് നമ്മൾ അവരായിട്ട് എടുത്തു. അത് വികസിപ്പിച്ചെടുത്ത് അതിന്റെ ആ ഒരു ചോദ്യാവലിയിലൂടെയാണ് രോഗിയുടെ സംതൃപ്തി നമ്മൾ വിലയിരുത്തുന്നത്. പിന്നെന്താ? പേഷ്യന്റിനെ നമ്മൾ പേഷ്യന്റിന്റെ കൂടെ അവരെ കൂടെ നമ്മൾ ചെലവഴിച്ച സമയം, പിന്നെ യാത്രാ ചെലവുകള്, സേവനത്തിന് നമ്മൾ കിടത്ത പേഷ്യന്റിനുള്ള ആ ഒരു ഗുണനിലവാരത്തെ കുറിച്ചുള്ള അതിന്റെ അഭിപ്രായങ്ങള് എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങള് നമ്മൾ പേഷ്യന്റിനായിട്ട് ശേഖരിക്കാൻ പറ്റും. അതാ ലാസ്റ്റ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് പേഷ്യന്റിന്റെ വിവരങ്ങൾ ഗാതേഡ് ശേഖരിക്കണം. എങ്ങനെ ശേഖരിക്കണം? അവരായിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാം. ടൈം സ്പെൻഡ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? ആ പേഷ്യന്റിന്റെ കൂടെ നമ്മൾ കുറച്ചു നേരം ഇരിക്കാം, അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാം, വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കാം. പേഷ്യന്റിനോട് നമ്മൾ നല്ല പോലെ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ നല്ല പോലെ അവരോട് ഇടപഴകുക. ഓക്കെ, അതാണ് അവിടെ ടൈം സ്പെൻഡ് അപ്പോയിന്റ്മെന്റ്സ്. പിന്നെ ട്രാവൽ, ഇതൊരു പേഷ്യന്റ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇവിടെ ട്രാവലിന് ഉദ്ദേശിക്കുന്നത് എന്താ? ട്രാവൽ കോസ്റ്റിന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ എവിടെയെങ്കിലും ഈ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് പേഷ്യന്റിന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ പെർസെപ്ഷൻസ് ഓഫ് ക്വാളിറ്റി, നമ്മൾ ആ ഗുണനിലവാരം, പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങള്, അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ചുള്ള ധാരണകൾ നമ്മൾ പതുക്കെ ചോദിക്കാം അവരോട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഹോസ്പിറ്റലിൽ, ഇഷ്ടമായ താമസമൊക്കെ എന്നുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ഗുണനിലവാരത്തെ കുറിച്ച് അവരുടെ ധാരണകൾ അവരോട് ചോദിക്കുക. എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതാണ് ആ തേർഡ് ലൈൻ പാരഗ്രാഫിൽ പറയണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ പറയണത് നെക്സ്റ്റ് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അടുത്തത് പേഷ്യന്റിന്റെ ആ ഒരു ഇതാണ് പറയണത്. നെക്സ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഇത് കഴിഞ്ഞു. വൈറ്റൽ വേ ടു സ്കെയിൽ ഹൗ യുവർ പേഷ്യന്റ്. ഈ മൂന്നെണ്ണം കഴിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? മൂന്നെണ്ണം ഇതിൽ ഇമ്പോർട്ടന്റ് ആയ കഴിഞ്ഞത് മാത്രം ഓരോ പാരഗ്രാഫിൽ ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇതിൽ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ് അത്. പിന്നെ ഇതിൽ ലാസ്റ്റ് 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എക്സ്പെക്ടേഷൻസ്, എക്സ്പീരിയൻസ്, പെർസീവ്ഡ് റിക്വയർമെന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം ഫസ്റ്റ് ലൈനിൽ. സെക്കൻഡ് ലൈനിൽ ആദ്യത്തെ തന്നെ മെഷർമെന്റ് ഓഫ് എക്സ്റ്റെന്റ് വിച്ച് പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഒരു അളവ് കോലാണെന്ന് പറഞ്ഞു അല്ലെ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഒരളവ് കോലാണ്. മൂന്നാമത്തെ ലൈനില് പിന്നെ ഇവിടെ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരെ എങ്ങനെ ഇടുന്നതെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഓരോ പോയിന്റും നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വേണ്ടത്. MCQ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉള്ളിന്നൊക്കെ എടുത്ത് ചോദിക്കും അല്ലെ? ഉള്ളിന്നാണ് മിക്കത്. നിങ്ങളൊക്കെ വായിച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഇവിടെ പറഞ്ഞേക്കണ ഹെൽത്ത് കെയറിന് ഇൻക്രീസിങ് അതിന്റെ ഇവാലുവേറ്റഡ് സർവേ അത് അണ്ടർലൈൻ ചെയ്യാം. സർവേ ഇവാലുവേറ്റ് ചെയ്യണം. പോയിന്റ്സുകൾ പറഞ്ഞിട്ടില്ല, പോയിന്റ്സുകൾ മാത്രം നിങ്ങൾ പഠിക്കുക. അത് ഓപ്ഷനിൽ ഉണ്ടോ? അങ്ങനെ ചെയ്യാം. എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, റെലവൻസ്, റിക്വയർമെന്റ്സ്, ക്വാളിറ്റി, ഡയമെൻഷൻ ഓഫ് ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഇവാലുവേറ്റഡ് ഇൻ സർവേ. ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ടോ? അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറയണത് ഒന്നും വിട്ടുപോവാതിരിക്കാനാ പറയണത്. ലാസ്റ്റ് നിങ്ങൾ എക്സാമിന് എടുക്കുമ്പോ ഇത് നിങ്ങൾ ഇപ്പൊ കേട്ടുപോയി. കുറച്ച് കഴിഞ്ഞ് എക്സാമിന്റെ ടൈമിൽ ഈ പാഠം എടുത്ത് പഠിക്കണ നേരത്ത് ഇതെങ്ങനെ പഠിക്കാനാ, എന്ത് പാടാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പേഷ്യന്റിന്റെ വൈറ്റൽ മെട്രിക് സ്കെയിൽ അത് എഴുതാം. ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, ഇവിടെ പറയണത് ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി ആണ്. അതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ആ ഒരു പാരാഗ്രാഫിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ബാക്കി മനസ്സിലാക്കിയിരുന്നാ മതി. നെക്സ്റ്റ് പാരഗ്രാഫ് വരുന്നത് നെക്സ്റ്റിൽ എന്താ പറയണേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എല്ലാരും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, ഈ ഒരു പാഠം ഫുള്ള് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. പറഞ്ഞത് തന്നെ പിന്നെ റിപ്പീറ്റ് വരും, അത്രേ ഉള്ളൂ. Patient satisfaction survey are a vital way to scale how our patients feel about their experience with your practice. Satisfied patients are more probable to recommend your practice to others, and there are also less probable to file complaints. എന്താ പറഞ്ഞേ? അവിടെ പറഞ്ഞേക്കുന്നത് പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് എന്ന് പറയുന്നത് ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നത് ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പീരിയൻസിൽ ഒന്നാണ്. അതിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യണം പേഷ്യന്റിനുള്ള ആ ഒരു കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ഇവിടെ മൊത്തം പോയില്ല. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? കാണുന്നുണ്ടാ? കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താ? സർവേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവാലുവേറ്റഡ് സർവേ. എന്നിട്ട് അതിന്റെ 4 പോയിന്റ്സുകൾ പറഞ്ഞില്ല. അപ്പൊ ഇവിടെ പറയണത് എന്താ? പേഷ്യന്റിന്റെ സംതൃപ്തി സർവേകൾ എന്നത് നിങ്ങളുടെ പരിശീലനത്തിലൂടെയുള്ള അനുഭവത്തെ കുറിച്ച് പേഷ്യന്റിന് എങ്ങനെ തോന്നുന്നു, നമ്മൾ ആ പേഷ്യന്റിനെ ചെയ്യുന്ന ആ ഒരു അനുഭവം പേഷ്യന്റിന് എങ്ങനെ തോന്നുന്നു എന്നതിനുള്ള അളക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ മാർഗമാണ് ഇവിടെ പറയണത്. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ടു സ്കെയിൽ, അതിവിടെയും ഒരു സ്കെയിലാണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മെഷർമെന്റ് ആണെന്ന് പറഞ്ഞത്, അതുപോലാണ് ഇവിടെ പറയണത് വേ ടു സ്കെയിൽ ഹൗ യുവർ പേഷ്യന്റ്. നമ്മൾ എങ്ങനെയാണ് പേഷ്യന്റിനെ ഫീൽ അബൌട്ട് ദയർ എക്സ്പീരിയൻസ്, നമ്മുടെ ഷെയർ ഒക്കെ പങ്കുവെച്ച് പേഷ്യന്റിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്, അത് പേഷ്യന്റിന് എങ്ങനെ തോന്നുന്നു, പേഷ്യന്റിന് എങ്ങനെയാണ് തോന്നണേ എന്നുള്ള ആ ഒരു അളക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇവിടെ പറയണത് പേഷ്യന്റിന്റെ എന്താ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയണത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയണത് എന്താ? നിങ്ങളുടെ പരിശീലനത്തിലൂടെയുള്ള അനുഭവത്തെ കുറിച്ച് പേഷ്യന്റിന് എങ്ങനെ തോന്നുന്നു അത് അളക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ ഒരു സുപ്രധാനമായ ഒരു മാർഗമാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? സാറ്റിസ്ഫൈ മോർ പ്രോബബിൾ റെക്കമെൻഡ് ഫോർ യുവർ പ്രാക്ടീസ് ടു അതേഴ്സ് എന്ന് വെച്ചാൽ എന്താ? സംതൃപ്തരായ പേഷ്യന്റ് എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ പേഷ്യന്റിന് നല്ല തൃപ്തി ഉണ്ട്, ഈ ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല, നല്ല രീതിയിലാണ് എന്ന് സംതൃപ്തരായ പേഷ്യന്റ് നിങ്ങളുടെ പരിശീലനം ശുപാർശ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊരു പേഷ്യന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എന്താ പിന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ വരും. പിന്നെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലോ വല്ല നമ്മൾ 3rd ഫ്ലോറിലൊക്കെ ഡ്യൂട്ടി എടുത്ത് നമ്മുടെ കൂടെ നമ്മൾ 3rd ഫ്ലോറിൽ ഡ്യൂട്ടി എടുത്ത് നമ്മുടെ കൂടെ ഒരു പേഷ്യന്റ് നിന്ന് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് നമ്മൾ അവരായിട്ട് ഒരു പ്രത്യേക ഒരു അടുപ്പം ഫീൽ, അവരായിട്ട് ഒരു പ്രത്യേക അടുപ്പം നമ്മൾ കീപ്പ് ചെയ്തു. അവര് ഡിസ്ചാർജ് ചെയ്ത് പോയി. പിന്നെ ചെക്കപ്പിന് വരുമ്പോൾ അവര് താഴെ ചെക്കപ്പിന് വരുമ്പോ പിന്നെ അവർക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് വരേണ്ട കാര്യമില്ല. അപ്പൊ അവരങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ അവര് നമ്മളോട് അന്വേഷിക്കും, ഇന്ന സിസ്റ്റർ ഞങ്ങൾ കഴിഞ്ഞ ഇവിടെ നിന്നേർന്ന 3rd വാർഡിലെ അല്ലെങ്കിൽ 4th വാർഡിലെ ഇന്ന വാർഡിലെ സിസ്റ്റർ അവിടെ ഉണ്ടാ, ആ സിസ്റ്റർ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആരാണെങ്കിലും ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്, നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പല ഫീൽഡിലും വരും. അപ്പൊ നമ്മൾ അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയാലും നമ്മളെ കുറിച്ച് ചോദിക്കും, നമ്മളോട് അന്വേഷിക്കും, അവരൊന്ന് കാണണം എന്ന് പറയും. അതാണ് അവര് നമ്മളെ ശുപാർശ ചെയ്തിട്ടുള്ള ആ ഒരു ഇത് കൂടുതലാണ്. നമ്മൾ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ താഴെ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം, അതെന്തുകൊണ്ടാ? നമ്മൾ അവരെങ്ങനെയാണ് കെയർ ചെയ്തത്, അവരെങ്ങനെയാണ് നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്തത്, ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ. അതുകൊണ്ട്
തൃപ്തരായ പേഷ്യന്റ് നമ്മുടെ പരിശീലനം ശുപാർശ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് പിന്നീട് നമ്മളുടെ ഉള്ള ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞ് അവർ റെക്കമെൻഡ് ചെയ്യും. ഇവർ എന്ത് റെക്കമെൻഡ്? മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് പറയും ഞങ്ങൾക്ക് ആ സിസ്റ്ററിനെ മതി, അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവര് മതി, അവര് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, അവരെയാണ് ഞങ്ങളോട് അങ്ങനെ പറയും അല്ലെ. അതൊരു എന്താക്കിയ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ അടുപ്പത്തിലാണ് പറയണത്. ഓക്കെ, പിന്നെന്താ? ആൻഡ് there are also less probable to file complaints. പിന്നെ അത് മാത്രമല്ല, അവർ പരാതികൾ ഫയൽ ചെയ്യാനുള്ള സാധ്യതകളും കുറവാണ്. അവർക്കൊരു പരാതി ഉണ്ടാവില്ല. നമ്മളോട് അവരൊരു ഇഷ്ടപ്പെട്ട ഒരു ഫീൽ അങ്ങനെ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും അവര് പറയില്ല. കാരണം എന്താ? ആ സിസ്റ്റർക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തതാ, ഈ ഒരു ചെറിയ കാര്യമില്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോ അവർക്ക് അത് വിട്ടുകളയാം. അവർക്ക് പരാതി വരാനുള്ള സാധ്യത കുറവാണ്. അതാണ് ഇതിൽ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. എന്താ? നമ്മുടെ പരിശീലനത്തിലൂടെയുള്ള ആ ഒരു അനുഭവത്തെ കുറിച്ച് പേഷ്യന്റിന് എങ്ങനെ തോന്നുന്നുള്ള ഒരു അളവിന്റെ ആ ഒരു അളവ് ഉള്ള ഒരു മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. അത് നമുക്ക് അവർക്ക് പിന്നീട് നമ്മളോടുള്ള ആ ഒരു ഫീലിംഗ് വന്ന് നമ്മളെ അവര് ശുപാർശ ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. അവർക്ക് നമ്മൾ ഇന്ന സിസ്റ്ററിനെ മതി, ഞാൻ ഇന്ന സ്ഥലത്ത് കിടക്കണമെങ്കിൽ ഇന്ന റൂമിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈ സിസ്റ്റർ തന്നെ നോക്കിയാൽ മതി, എന്നാൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരെ കുറിച്ചുള്ള കംപ്ലൈന്റ് വരാനും സാധ്യത കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി. The measurements of patient satisfaction is an important tool for research, administration and planning. എന്ന് വെച്ചാൽ എന്താ? ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരുന്നു ഒരു ഗുണ അളവുകോലാണ്. പാരാമീറ്റർ എന്താ? ഒരു അളവുകോലാണ്. എന്ന് വെച്ചാൽ മെഷർമെന്റ്സ്. നമ്മൾ ഇതിൽ പറയുന്നത് മുഴുവൻ മെഷർമെന്റ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഇതിലൊക്കെ പറയുന്ന പോലെ ഒരു പാരാമീറ്റർ, അതൊരു അളവുകോലാണ്. അപ്പൊ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററിൽ ഒന്നായിട്ടാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കണക്കാക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയ പാരാമീറ്റർ അതിന്റെ ഇതിലാണ് കണക്കാക്കുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നത്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തോ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്തിനോടാണ് കൂടുതൽ കമ്പയർ ചെയ്യണത്? ഏതായിട്ടാണ് കമ്പയർ ചെയ്യണത്? പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി, ഗുണനിലവാരത്തിന്റെ പാരാമീറ്ററിനോടാണ് ഇത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ പറയണത്. അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് എന്താ? എന്നിട്ട് അതിൽ തന്നെ അവര് പറയാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള ഗവേഷണം, പിന്നെ അതിന്റെ ഭരണം, പിന്നെ ആസൂത്രണം എന്നിവ ഒരു പ്രധാനപ്പെട്ട നിരക്കുള്ള ഒരു ഉപകരണമാണ്. ദ മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കണം. നമ്മൾ പറഞ്ഞു ഇത് പേഷ്യന്റിന്റെ പാരാമീറ്ററിൽ പെട്ടതാണ്. പാരാമീറ്ററിൽ പെട്ട ഇതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഈ പാരാമീറ്ററിൽ പെട്ടതാണെങ്കിൽ അതിന് ഒരുപാട് ടൂൾസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയ ടൂൾസ് ഉണ്ട്. ആ ടൂൾസുകൾ ഏതൊക്കെ? റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്. മെഷർമെന്റ് ഓഫ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ഇമ്പോർട്ടന്റ് ടൂൾസ് ഏതാണ്? റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. അതാണ് പറഞ്ഞത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള ആ ഒരു റിസർച്ച്, ഗവേഷണങ്ങള്, അതിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു ഭരണം, ആ ഒരു പ്ലാനിങ്, ആസൂത്രണം എന്നിവ ഒരു പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയ ടൂളാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചാ നിങ്ങൾ പഠിക്കാൻ നേരത്ത് ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചത് മാത്രം പഠിച്ചാൽ മതി. ഇത് ചോദിക്കൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്ത് വെച്ചോ എന്ന് ചോദിക്കുന്നത്. വെച്ചാ ഓക്കെ. അപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ, അതിൽ പഠിക്കാൻ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ഇൻട്രഡക്ഷന്റെ ഫുള്ള് കഴിഞ്ഞു. എളുപ്പല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞത് തന്നെ പലതരത്തിൽ പറഞ്ഞെന്നുള്ളൂ, അല്ലാണ്ട് പുതിയതായിട്ട് അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പറഞ്ഞത് തന്നെ അളവുകോലാണ്, അതൊരു പാരാമീറ്ററിൽ പെട്ടതാണ്, അത് ഇന്ന സ്ഥലമാണെന്ന് വീണ്ടും പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. അതെന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ക്ലയന്റ് ആരാ? നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റ് ആരാ? നമ്മുടെ പേഷ്യന്റ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലില് ക്ലയന്റ് എന്ന് പറയുന്നത് ആരെയാണ്? പേഷ്യന്റിന്. ഒരു ഓഫീസിൽ ക്ലയന്റ് എന്ന് പറയുന്നത് ആരാ? ആ ഓഫീസിൽ വരുന്ന
ഒരു ക്ലയന്റ് അല്ലെ. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ക്ലയന്റിന്റെ ആരും പേഷ്യന്റ് ആണ്. ആ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇനി പറയാൻ പോണത്. ഇത്രയും നേരം പറഞ്ഞത് ഇത് തന്നെയാണ്. അത് പലതരത്തിൽ വീണ്ടും വീണ്ടും വലിച്ചു നീട്ടി പറഞ്ഞെന്നുള്ളൂ. അവർക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇത്തിരി കൊടുത്താൽ മതി. പക്ഷെ അവരെന്താ, നമ്മൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടി കുറേ ഉണ്ട്. അതിന്റെ പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ടൈമില്ല, നമ്മുടെ എക്സാമിന്റെ ടൈം ആയി. എന്റെ മാത്രമേ പോർഷൻസ് തീരാത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരെണ്ണം പറയുമ്പോഴത്തേനും ഒരു 10 കഥ കൂട്ടി പറയും. പിന്നെ ഒന്ന് പറയുമ്പോഴത്തേനും ഒന്നും കൂടി കഥ പറയും. ഇങ്ങനെ കഥ പറഞ്ഞ് എന്റെ പോർഷൻസ് മാത്രം പെൻഡിങ്ങിലാണ്. ലാസ്റ്റ് എന്റെ ഇവിടുന്ന് പുറത്താക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാലും നിങ്ങക്ക് മനസ്സിലാവണില്ലല്ല, കഥ പറഞ്ഞാലും നിങ്ങക്ക് മനസ്സിലാവണില്ലേ? ഓക്കെ, അത് മതി. നെക്സ്റ്റ്, അപ്പൊ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് നമുക്ക് പറയണത്. അത് നോക്കാം. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എന്താ, ഡിസൈസീവ് ഇൻഡെക്സ് ഫോർ അസർട്ടൈനിങ് ദ ക്വാളിറ്റി സർവീസസ് ആൻഡ് ദ വേ ഇൻ വിച്ച് ദർ ആർ ഗിവൺ ബൈ മെഡിക്കൽ സ്റ്റാഫ്. Satisfaction with the physician, nurse, equipment, housekeeping, billing, and food services are the main determinants of overall satisfaction in hospitalized patients. എന്താ ഇവിടെ പറഞ്ഞേ, പേഷ്യന്റിന്റെ ആ ഒരു തൃപ്തി എന്ന് പറയുന്നത് ഡിസൈസീവ് ഇൻഡെക്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പുതിയ വേർഡുകൾ കാണുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യാം. കാരണം പുതിയ വേർഡുകൾ കാണുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനത്തെ ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എഴുതി വെക്കാം, ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ തൃപ്തി എന്നത് മെഡിക്കൽ സ്റ്റാഫിന് എന്താണ്, മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന ഗുണനിലവാരമുള്ള സേവനങ്ങളും അവ നൽകുന്ന രീതിയും കണ്ടെത്തുന്നതിനുള്ള ഒരു നിർണായകമായ സൂചികയാണ്, ഡിസൈസീവ് ഇൻഡെക്സ് ആണ്. അപ്പൊ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് എന്താ പറയണേ, മെഡിക്കൽ സ്റ്റാഫ്, ആ ഹോസ്പിറ്റല് മെഡിക്കൽ സ്റ്റാഫ് കൊടുക്കണ ആ ഒരു ഗുണനിലവാരമുള്ള സേവനങ്ങൾ, അവർ എന്ത് സർവീസ് ആണോ ചെയ്യുന്നത് ആ ഒരു സേവനങ്ങളും അവ നൽകുന്ന രീതിയും കണ്ടെത്തുന്നതിനുള്ള ഒരു ഡിസൈസീവ് ഇൻഡെക്സ് ആണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഡിസൈസീവ് ഇൻഡെക്സ് അണ്ടർലൈൻ ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ വായിച്ചു നോക്കാം. സർട്ടൈൻ ക്വാളിറ്റി സർവീസ്, നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ മെഡിക്കൽ സ്റ്റാഫ്, ഇത് കൊടുക്കുന്നത് ആരാ, മെഡിക്കൽ സ്റ്റാഫ് ആണ്. അതിനെ കണ്ടെത്താനുള്ള ആ ഒരു ഡിസൈസീവ് ഇൻഡെക്സ്. പിന്നെന്താ, സാറ്റിസ്ഫാക്ഷൻ അതാണ് സൂചികയാണ് എന്ന് പറഞ്ഞു. പിന്നെ പറയണത് എന്താ പറഞ്ഞ, ഈ സാറ്റിസ്ഫാക്ഷൻ വിത്ത് വൺ ഫിസിഷ്യൻ, ഇതെങ്ങനെ കൊടുക്കണേ, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണത് ഫിസിഷ്യന്, നേഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ഫുഡ് സർവീസസ്, അങ്ങനെയുള്ള മെയിൻ ഡിറ്റർമൈൻ ഓവറോൾ ആണ് ഇത് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ ബില്ലിങ്, ഫിസിഷ്യൻസ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഒക്കെ ഇല്ലേ, എന്നിവയാണ് ഈ വരുന്ന പേഷ്യന്റിന് മൊത്തത്തിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ പ്രധാന ഘടകങ്ങൾ അല്ലെ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യണത് ആരാ, ഫിസിഷ്യൻ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ തൃപ്തി കിട്ടേണ്ടത്, പേഷ്യന്റിന് ആരിൽ നിന്ന് കിട്ടണം, ഫസ്റ്റ് ഫിസിഷ്യനിൽ നിന്ന് കിട്ടണം. രോഗിനെ വന്നു, സാറ്റിസ്ഫാക്ഷൻ ചെയ്തു, പേഷ്യന്റിന്റെ അസുഖങ്ങൾ നോക്കി കൺസൾട്ട് ചെയ്തു നല്ല രീതിയിൽ. അപ്പൊ അവർക്ക് ഡോക്ടർ ഇഷ്ടമായി, ഡോക്ടർ കുഴപ്പമില്ല. പിന്നെ അവരവിടെ അഡ്മിറ്റ് ആണെങ്കിൽ നഴ്സുമാര് വന്നു, നഴ്സ് അവരെ നല്ല രീതിയിൽ കെയർ ചെയ്തപ്പോ ഇവിടുത്തെ നഴ്സും കുഴപ്പമില്ല. പിന്നെ എക്യുപ്മെന്റ്, അവിടെ പല ഉപകരണങ്ങൾ, പല വൈദ്യുതികൾ ഉണ്ടാവും ഹോസ്പിറ്റലിൽ. ഒരു പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് അറിയാല്ല, അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഹൗസ് കീപ്പിംഗ്, അവിടെ ചെയ്യണ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങള്, ഓവറോൾ എല്ലാ കാര്യങ്ങളും. പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ നഴ്സ് മാത്രമാവില്ല, ഒരുപാട് ക്ലീനേഴ്സ് പെടും, ഹൗസ് കീപ്പിംഗിൽ ഒരുപാട് പേര് പെടും അല്ലെ. അപ്പൊ ക്ലീനേഴ്സ്, പിന്നെ അറ്റൻഡർ, ഇവരായിട്ടുള്ള ആ ഒരു പെരുമാറ്റം, അറ്റൻഡറൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, അല്ലാണ്ട് അവര് മോശമായിട്ട് അങ്ങനെ. പിന്നെ ബില്ലിംഗ് സെക്ഷൻ, എല്ലാം കഴിഞ്ഞു അവര് ബില്ലടക്കാൻ ചിലപ്പോ റിസപ്ഷനിൽ ചെന്നിട്ട് അവര് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ, ബില്ലായിട്ടില്ല, അങ്ങനെയൊക്കെ ആ ഒരു റിസപ്ഷന്റെ അവരുടേതായ ആ ഒരു മനോഭാവം. പിന്നെ ഫുഡ് സർവീസ്, ഫുഡ് സർവീസ് ചെയ്യണ ക്യാൻറ്റീന്, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങള് അവര് എങ്ങനെ നല്ല രീതിയിൽ കറക്റ്റ് ടൈമിൽ രാവിലത്തെ ഫുഡ് ചോദിച്ചിട്ട് അത് ഉച്ചയ്ക്ക് കൊണ്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടാവോ? ഉച്ചക്കലത്തെ ഫുഡ് ചോദിച്ചിട്ട് വൈകുന്നേരം ഫുഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ അവര് അറിയും ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി, അവർക്ക് ഫുഡ് കിട്ടില്ല, പിന്നെ അവിടുത്തെ റിസപ്ഷനിൽ ബില്ലടിക്കുന്നവര് ശരിയല്ല, നമ്മൾ എന്തെങ്കിലും ബില്ലടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവര് ഫോണിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ നമ്മുടെ ബില്ല് മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പരാതികളായിരിക്കും ഇല്ലേ? ഇതൊക്കെ നമ്മള് പറയണ പരാതികളാണ്. നമ്മൾ എന്താണോ പരാതി പറയണത് അത് തന്നെയാണ് ഇവിടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഈ സർവീസുകളൊക്കെ ഓവറോൾ ഇതെല്ലാമാണ് ഈ സംതൃപ്തിയുടെ പ്രധാന ഘടകങ്ങൾ. മനസ്സിലായ? പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ പ്രധാന ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഫിസിഷ്യനും നഴ്സ് എക്യുപ്മെന്റ് ഹൗസ് കീപ്പിംഗ് ഒക്കെ ഉള്ള ആ ഒരു ഇത്. മനസ്സിലായ? അപ്പൊ അതാണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഡിസൈസീവ് ഇൻഡെക്സ് ആണ്. ഡിസൈസീവ് ഇൻഡെക്സ് അത് പ്രത്യേക അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഫിസിഷ്യന്, നഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ്, ഫുഡ് സർവീസ്. ഇത്രയും കാര്യങ്ങളും ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? രണ്ടാമത്തെ അതില് നമ്മള് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞു. നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? രണ്ടാമത് പറയണത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഈ പറഞ്ഞത് തന്നെയാണ് പിന്നെയും പറയണത്. പല രീതിയിൽ പറയണമെന്നുള്ളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് predominant important in ensuring better quality on the way to total quality management. Since the patient is the one of the decide the quality, who receives the goods or services, who pursues the other to accept it, who decides your market strategies, who provide correct feedback about the performance of the hospital and make success the program of total quality management. ഇതില് കുറച്ച് കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്നുള്ള കാര്യങ്ങൾ, സർവീസ്, ധാരാളം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞ പേഷ്യന്റിന്റെ നമ്മൾ പറഞ്ഞു ഗുണനിലവാരം, ക്വാളിറ്റിക്കാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. മുൻപ് 1860 ഇതിനെ കുറിച്ച് തുടങ്ങിയത്. 70 വരെ ഇത് ക്വാണ്ടിറ്റി ആയിരുന്നു. പിന്നീടാണ് ഇത് ക്വാളിറ്റിയിലോട്ട് മാറിയത് അല്ലെ? അത് നമ്മൾ ഫസ്റ്റത്തെ പാരാഗ്രാഫിൽ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കുന്നതൊക്കെ ക്വാളിറ്റിയാണ്. പിന്നെ ക്വാണ്ടിറ്റി വന്നിട്ടില്ല. പിന്നെ പറയണതൊക്കെ ക്വാളിറ്റിനെ കുറിച്ച്. അപ്പൊ പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ഗുണനിലവാരമുള്ള മാനേജ്മെന്റിലേക്ക് എത്താൻ അവർക്ക് ക്വാളിറ്റിയായ ഒരു മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ്, ഗുണനിലവാരമുള്ള ആ ഒരു മാനേജ്മെന്റിലേക്ക് എത്താൻ മികച്ച നിലവാരം ഉറപ്പാക്കുന്നതിൽ പേഷ്യന്റിന്റെ സംതൃപ്തി പ്രധാന പങ്ക് വഹിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടിരിക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ രീതി നിശ്ചയിക്കുന്നത്. ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് നല്ലതായിരിക്കുമോ? ഇല്ല. മാനേജ്മെന്റ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം. മാനേജ്മെന്റിന് നല്ല ക്വാളിറ്റി ഉള്ള മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ പേഷ്യന്റിന് നല്ല സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഓക്കെ, കാരണം ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യണത്, ഇത് ലീഡ് ചെയ്യണത് ആരാ? നമ്മുടെ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന് ഒരുപാട് പേരെ ചുമതലപ്പെടുത്തി, അതിലൊക്കെ അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണത് അല്ലെ? അപ്പൊ ഇവര് നല്ല രീതിയിലായാൽ മാത്രമേ പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷന് അവിടെ ഇമ്പോർട്ടന്റ് ഉള്ളൂ, കിട്ടുള്ളൂ. അപ്പൊ എന്താ? ഗുണനിലവാരമുള്ള മാനേജ്മെന്റിലേക്ക് എത്താൻ മികച്ച നിലവാരം ഉറപ്പാക്കാനായിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. പിന്നെന്താ? അതില് ഗുണനിലവാരം തീരുമാനിക്കുന്നത് ആരാ? എനിക്ക് ക്വാളിറ്റി ഉള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? പേഷ്യന്റ് ആണ്, രോഗിയാണ്. അതാ പറഞ്ഞത് സിൻസ് ദ പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ ഈസ് വൺ ഓഫ് ദ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി ഓഫ് ദ ഇത് തീരുമാനിക്കുന്നത്, ഗുണനിലവാരം എനിക്ക് കിട്ടിയിട്ടുണ്ടോ, എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? പേഷ്യന്റ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് എന്താ? അവർ ഹു റിസീവ് ദ ഗുഡ്സ് ഓർ സർവീസസ്, അവർ സേവനങ്ങൾ സ്വീകരിക്കുന്നു. അവരുടെ സർവീസ് എങ്ങനെയാണോ അവരുടെ സേവനങ്ങൾ, അത് അവർ സ്വീകരിക്കുന്നു. Who pursues the other to accept it? എന്താ? അത് സ്വീകരിക്കാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നു. എന്നുവെച്ചാൽ അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്താ? അവരുടെ വീട്ടിലുള്ളവര്, അവർക്ക് വേണ്ടപ്പെട്ടവര്, അവരെ നൈബേഴ്സ്, അവരെ ഈ ഹോസ്പിറ്റലിലോട്ട് അവർ വഴി വരുന്നു. അതാ പറഞ്ഞേ pursues the other to accept, മറ്റുള്ളവരെ ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് അവര് പേഷ്യന്റ്
ഇതാവുന്നു. അതാ പറഞ്ഞ സേവനങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ സേവനങ്ങൾ സ്വീകരിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. പിന്നെന്താ പറഞ്ഞേ? ടു ഡിസൈൻ യുവർ മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റിലെ തന്ത്രങ്ങൾ തീരുമാനിക്കുന്നു. മാർക്കറ്റിലെ തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താ? അവിടുത്തെ മാർക്കറ്റ് സ്ട്രാറ്റജി പോലെ എന്ന് വെച്ചാൽ അവര് തീരുമാനിക്കുന്ന പോലെയാണ് ആ ഹോസ്പിറ്റലിന്റെ ഇത്. പേഷ്യന്റിന്റെ ഇപ്പൊ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും? ഭയങ്കര മാർക്കറ്റിൽ എന്താ ഹോസ്പിറ്റലിന്റെ ഇതല്ല. ഇവിടത്തെ ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ആ ഒരു മാർക്കറ്റിലുള്ള ഒരുപാട് ആൾക്കാർ തിങ്ങി നിൽക്കുന്നത് അല്ലെ? ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ ഉണ്ടാവും. ഫിഷ് ഉണ്ടാവും, മീൻ, ഇറച്ചി ഉണ്ടാവും, പിന്നെ അങ്ങനെ പച്ചക്കറി, വെജിറ്റബിൾ, എല്ലാ ഫലങ്ങള്, പിന്നെ വീട്സ് സാധനങ്ങള്, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉള്ളിലായിട്ടാണ് മാർക്കറ്റ് അല്ലെ? ചന്ത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ആ ഒരു അതിവിടെ ഹോസ്പിറ്റലിൽ പറയണ എന്താ? ഇവിടെയും അതുപോലെ മാർക്കറ്റ് പോലെ ഒരുപാട് പേഷ്യൻസ് തിക്കി നിറഞ്ഞ ഹോസ്പിറ്റലിൽ വരുന്നത് ആര് തീരുമാനിക്കണം? പേഷ്യന്റ്. അവരാണ് തീരുമാനിക്കുന്നത്. ഡിസൈഡ് ചെയ്യണത് മാർക്കറ്റിലെ തന്ത്രങ്ങൾ പോലെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആ ഒരു ഘടന അതുപോലെ. അപ്പൊ അതുപോലെ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം, തിരക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതും തീരുമാനിക്കുന്നത് പേഷ്യന്റ് ആണ്. പിന്നെന്താ? ഫീഡ്ബാക്ക് നൽകും. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അവര് കറക്റ്റ് ഫീഡ്ബാക്ക് അല്ലെ? നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവര് നല്ല കാര്യങ്ങൾ പറയും. ചീത്ത ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടിയെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതനുസരിച്ച് അവര് മോശമായ ഫീഡ്ബാക്ക് പറയൂ. അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആരാ പറയാ? പേഷ്യന്റ് പറയൂ. ആൻഡ് മേക്ക് സക്സസ് ദ പ്രോഗ്രാം ടു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇങ്ങനെല്ലാം നൽകുന്ന ഒരു സമ്പൂർണ്ണ ഗുണനിലവാരമുള്ള മാനേജ്മെന്റിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാം. അതാണ് ഇവിടെ പറയണത്. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് കിട്ടണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡി ആവണം. ക്വാളിറ്റി മാനേജ്മെന്റ് അതാ പറഞ്ഞേ, ഒരു ഗുണനിലവാരമുള്ള മാനേജ്മെന്റ് നമുക്ക് വിജയിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇതിൽ വേറെ ഒന്നുമില്ല, ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പ്രിഡോമിനന്റ് ഇമ്പോർട്ടന്റ്, എൻഷുറിംഗ് ബെറ്റർ ക്വാളിറ്റി. ഇവിടെ ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ് അത് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഒരു പേഷ്യന്റ് ആണ് ഇത് ഡിസൈഡ് ചെയ്യണത്. അത് ചോദിക്കും. ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റലിന് കിട്ടണമെങ്കിൽ അത് ആരാ ഡിസൈഡ് ചെയ്യാ? ആര് തീരുമാനിക്കണം? പേഷ്യന്റ് തീരുമാനിക്കണം. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിരിക്കും ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്താ? patient satisfaction are a sign of how the patient has recognized the other qualitative aspects of care and can be used as a substitute measure of those aspects. എന്നുവെച്ചാൽ എന്താ? പരിചരണത്തിന്റെ കെയർ കൊടുക്കണ ആ ഒരു പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ ഗുണപരമായ വശങ്ങള് രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ അടയാളമാണ് രോഗിയുടെ സംതൃപ്തി. എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണത് പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബോറടിക്കണില്ലേ? ഈ കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കണ്ടാവും ഇത്ര നേരം ഈ പറഞ്ഞത് തന്നെ പറയാനിരുന്നു. ഞാൻ ഉണ്ടാക്കി പറയണതല്ല, നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പൊ ഇത് പല തരത്തിൽ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് വരുന്നുള്ളൂ. നിങ്ങൾ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ ഇതിലെന്താ പറയണേ? പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണത് പരിചരണത്തിന്റെ ഗുണപരമായ വശങ്ങൾ രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഉള്ള അടയാളമാണ്. പേഷ്യന്റിനെ എങ്ങനെയാണ് നോക്കണേ എന്നുള്ള അതിന്റെ ആ ഒരു അടയാളമാണ് ഇതിന്റെ പരിചരണത്തിന്റെ എല്ലാ വശങ്ങളും നോക്കും രോഗി അല്ലെ? അപ്പൊ പരിചരണത്തിന്റെ ഗുണപരമായ വശങ്ങൾ രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിനുള്ള അടയാളമാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. പിന്നെന്താ? അതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ വശങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർ ഓഫ് ദോസ് ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ആ വശങ്ങൾക്ക് പകരമായിട്ട് എല്ലാ വശങ്ങൾക്കും ആയിട്ടാണ് ഇത് നോക്കുന്നത്. ഇത് ഉപയോഗിക്കും എന്ന് പറയുന്നത്. യൂസ്ഡ് ക്യാൻ ബി യൂസ്ഡ് സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർ ഓഫ് ദോസ് ആസ്പെക്ട്സ്. എല്ലാ വശങ്ങളും അവർ നോക്കും അല്ലെ? മരുന്ന് മാത്രം പോരാ, അവിടുത്തെ ക്ലീനിങ് നോക്കും. ഹോസ്പിറ്റലിൽ ബാത്റൂം ക്ലീനൊന്നും അല്ല, വൃത്തിയില്ലാത്ത ബാത്റൂമാണ്. നമുക്ക് എല്ലാ ട്രീറ്റ്മെന്റും നന്നായിട്ട് കിട്ടുന്നുണ്ട്. നഴ്സുമാർ നന്നായി പരിചരിക്കുന്നുണ്ട്, ഡോക്ടർമാർ നോക്കുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ വൃത്തിയില്ല. ഹോസ്പിറ്റലിന്റെ ബാത്റൂം ആകെ മോശമാണ്, അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടോ? ഇല്ല. അപ്പൊ എല്ലാ വശങ്ങളും നോക്കും. ഇതിനെ ആസ്പെക്ടമാക്കിയിട്ടാണ് ഹോസ്പിറ്റൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ നാലാമത്തെ.
ഇനി അഞ്ചാമത്തെ അപ്പൊ നമ്മുടെ ഈ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നാലാമത്തെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. Next, patient satisfaction is a requirement of attaining the goals of healthcare since it influences the patient decision to follow prescribed treatment and seek professional health care in the future. Patient can evaluate the quality of care they get as they pay attention to all components of care, the science of medicines, the arts of care, and the amenities of care. എന്നുവെച്ചാൽ എന്താ? നാലാമത്തെ എന്താ പറഞ്ഞേ? ഇതില് പറയണത് പേഷ്യന്റിന്റെ ആ ഒരു നിർദ്ദിഷ്ട ചികിത്സകൾ, ആ കൊടുക്കണ ചികിത്സ, പേഷ്യന്റിന്റെ ചികിത്സകള് പിന്തുടരാനും പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പിന്തുടരാനും ഭാവിയിൽ പ്രൊഫഷണൽ ഹെൽത്ത് കെയർ നേടാനുമുള്ള പേഷ്യന്റിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്നു. എന്താ പറഞ്ഞേ? പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അത് പിന്തുടരണം കറക്റ്റ് ലെവലിൽ. ഇന്ന് കൊടുത്ത ട്രീറ്റ്മെന്റ് നാളെ വീണ്ടും അതുപോലെ തന്നെ അത് കറക്റ്റ് പിന്തുടരാനും പ്രൊഫഷണലായ ഹെൽത്ത് കെയർ, നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല ഒരു ഹെൽത്ത് കെയർ അവർക്ക് നേടാനുമുള്ള പേഷ്യന്റിന്റെ ആ ഒരു തീരുമാനം, പേഷ്യന്റിന്റെ ആഗ്രഹമാണോ നമുക്ക് തീരുമാനമാണ് ഇങ്ങനെയുള്ള കെയർ എനിക്ക് വേണം, അതിനെ സ്വാധീനിക്കുന്നു. പിന്നെന്താ? ആരോഗ്യ സംരക്ഷണയിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? അവർക്കുള്ള ആ രോഗിയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നേടാനുള്ള ആ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ആവശ്യമാണ്. ആരോഗ്യ സംരക്ഷണയിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ, എന്തെന്നാ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് അവർക്ക് എന്ത് വേണം? പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ഇൻ ഫ്യൂച്ചർ പേഷ്യന്റ് ക്യാൻ ഇവാലുവേറ്റ് ക്വാളിറ്റി ഓഫ് കെയർ, ഗെറ്റ് ദേ അറ്റൻഷൻ ഓർ കമ്പോൾമെന്റ്സ് കെയർ, സയൻസ്. പിന്നെന്താ പറഞ്ഞേ? പരിചരണത്തിന്റെ എല്ലാ ഘടകങ്ങളും ശ്രദ്ധിക്കുന്നതിനാൽ രോഗിക്ക് ലഭിക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം വിലയിരുത്താൻ പറ്റും. എങ്ങനെ വിലയിരുത്തും? വൈദ്യശാസ്ത്രം, പരിചരണത്തിന്റെ കല, പരിചരണത്തിന്റെ സൗകര്യം, അങ്ങനെ വിചാരിച്ചതും അവർ വിലയിരുത്തും. നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് വേറെ രീതിയിലും ഇതും നോക്കും. ഇത് ഇവിടെ നോക്കണത് എന്താ? പേഷ്യൻസിന്റെ സയൻസ് ഓഫ് മെഡിസിൻ, ദ ആർട്സ് ഓഫ് കെയർ, അമ്യൂണിറ്റീസ് ഓഫ് കെയർ, ഈ 3 കെയറും നോക്കിയിട്ടാണ് അവർ പരിചരണം പേഷ്യന്റ് ക്യാൻ ഇവാലുവേറ്റ് ചെയ്യണത്, ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യണത്. അണ്ടർലൈൻ ചെയ്തിടാ. പേഷ്യന്റ് ക്യാൻ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി കെയർ, നല്ല ക്വാളിറ്റി കെയർ ഇവരെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണേ? എങ്ങനെ കണ്ടുപിടിക്കും? കമ്പോണൻസ് ഓഫ് കെയർ എന്തൊക്കെ? സയൻസ് ഓഫ് മെഡിസിൻ, ആർട്ട് ഓഫ് കെയർ, ദ അമ്യൂണിറ്റീസ് ഓഫ് കെയർ. ഈ 3 പോയിന്റ്സ് എഴുതി വെക്കാം. അണ്ടർലൈൻ ചെയ്താ? 3 പോയിന്റ് അണ്ടർലൈൻ ചെയ്താ? Patient can evaluate the quality. Okay. Next point, last എന്താ? Hospital satisfaction questionnaire asked respondents general questions in connection with reception or administration, hospital cleanliness, signage, hospital food, etc. Patient satisfaction survey is important from the view of improvement of quality of services and to achieve the maximum satisfaction of the inpatients. എന്താ അവിടെ പറഞ്ഞേ? അവിടെ പറഞ്ഞത് ഹോസ്പിറ്റൽ സംതൃപ്തി എന്ന ആ ഒരു ചോദ്യാവലി, ഹോസ്പിറ്റലിന്റെ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ, അത് എന്തൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടും? സാറ്റിസ്ഫാക്ഷൻ ആണോ? അതെല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ചോദ്യാവലിയാണ്. അതിന് റിസപ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വൃത്തി, പിന്നെ സൈനേജ്, ഹോസ്പിറ്റലിന്റെ ഭരണം, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് പ്രതികരിക്കുന്നവരോട് പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. പൊതുവായ ചോദ്യങ്ങൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങളോട് പൊതുവായ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷന്റെ ഒരു ചോദ്യാവലിയാണ്. എന്താ ചോദ്യാവലി? ഈ ഹോസ്പിറ്റലിന്റെ ക്ലീനിങ് എങ്ങനെയാണ്? നല്ല രീതിയിൽ ക്ലീനിങ് ആണോ? പിന്നെന്താ? ഹോസ്പിറ്റലിന്റെ ഫുഡ്, ഭക്ഷണം നല്ല രീതിയിലാണോ? സൈനേജ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിസപ്ഷൻ എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. റിസപ്ഷനിൽ നമ്മൾ ബില്ലിങ്ങിന്റെ കാര്യം പറഞ്ഞു അല്ലെ? അത് പല വേറെ രീതിയിൽ കൊടുത്തേക്കുന്നു. ഹോസ്പിറ്റലിന്റെ ക്ലീനിങ്ങിന്റെ കാര്യം പറഞ്ഞു, ഹോസ്പിറ്റലിലെ ഫുഡ്, ക്യാമ്പിങ്ങിന്റെ കാര്യം, അപ്പൊ വേറെ രീതിയിൽ ഇവർ പറഞ്ഞേക്കണം. അപ്പൊ ഇതിനെ കുറിച്ച് ഇതൊക്കെ ഒരു ചോദ്യാവലിയായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണാണ്. പിന്നെ ഈ കൊടുക്കുന്ന സേവനങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ക്ലീനിങ്നെസ്, ഹോസ്പിറ്റൽ ഫുഡ്, ഈ സൈനേജ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും പരമാവധി സംതൃപ്തി നേടാനും രോഗിയുടെ സംതൃപ്തിയിൽ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ രോഗിയുടെ സംതൃപ്തി, രോഗിയുടെ സാറ്റിസ്ഫാക്ഷനിൽ ഉൾപ്പെട്ടത് ഏതാ?
റിസപ്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ക്ലീനിങ്നെസ്, സൈനേജ്, ഹോസ്പിറ്റൽ ഫുഡ്, ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ടു അച്ചീവ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻപേഷ്യന്റ്, ഇൻപേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനുള്ള കാര്യത്തിൽ പെടും. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂടി ഒന്ന് നോക്കാം. പേഷ്യന്റിന്റെ തൃപ്തിക്കുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 5 ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. 5 ലക്ഷ്യങ്ങൾ സിമ്പിൾ ആയിട്ട്. ഒന്നാമത്തെ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ബേസിക്കലി പേഷ്യന്റ് സെന്റർക്ക്. എന്താ? ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ അടിസ്ഥാനപരമായി രോഗിയെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പൊ ആരോഗ്യ, നമുക്കറിയാലോ, ഹോസ്പിറ്റല്, ഹെൽത്ത് കെയർ, ക്ലിനിക്ക്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്? ബേസിക്കലി ആരെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാ? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെന്ററിക് എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയർ കാര്യങ്ങളെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാലോ, ആശുപത്രിക്ക്, ഹോസ്പിറ്റലൊക്കെ ആർക്കുള്ളതാ? പേഷ്യന്റിനുള്ളത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ് എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, തൃപ്തിയാണ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ശക്തമായ കാര്യം. ശക്തമായ ഒന്ന് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ്, ഹോസ്പിറ്റലിന്റെ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റിലെ പെട്ടത് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ എന്താ? സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ്, ശക്തമായ ഒരു നിർണയമാണ്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിരിക്കും ആ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പ്. അണ്ടർലൈൻ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എന്താ? അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് ദ കണ്ടന്റ്മെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. എന്താ? ഹോസ്പിറ്റലിന്റെ ആത്യന്തിക ലക്ഷ്യം ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ്. അത് നമ്മൾ ഇതന്നെ ഈ പറഞ്ഞത് തന്നെ അല്ലെ? അൾട്ടിമേറ്റ് ഗോൾ, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? പേഷ്യന്റിന്റെ, കസ്റ്റമർ, അവരുടെ സംതൃപ്തി, അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഒക്കത്തിനും ഒരേ പോയിന്റ് ഉള്ളൂ, പല രീതിയിൽ പറഞ്ഞേക്കാനുള്ളൂ. മനസ്സിലാവുന്നുണ്ടാ? സ്പീഡ് കൂടുന്നുണ്ടാ? 2 മിനിറ്റും കൂടി അതുള്ളൂ, അതോടുകൂടി ഇപ്പൊ തീരും. അപ്പൊ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പേഷ്യന്റ്, ഒരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ഗോൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഹോസ്പിറ്റലിലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. 4ാമത്തെ പോയിന്റ്, നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ ദ സ്റ്റാഫ്, ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എന്താ? രോഗിയെയും കുടുംബങ്ങളെയും തൃപ്തിപ്പെടുത്താനും പരിപാലിക്കാനും മാത്രമല്ല, ജീവനക്കാർക്കും സമൂഹത്തിനും ആരോഗ്യ സ്ഥാപനത്തിനും കൂടി ഇത് നല്ല ഇത് നൽകണം അല്ലെ? അപ്പൊ ഇതെന്താ പറഞ്ഞേ? ഇത് സാറ്റിസ്ഫാക്ഷൻ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ്? പേഷ്യന്റിന് വേണം, അവരുടെ ഫാമിലി, അവർക്ക് വേണ്ടി മാത്രമല്ല, ജീവനക്കാർ, ഹോസ്പിറ്റലിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അല്ലെ? മെഡിക്കൽ ആയാലും നോൺ മെഡിക്കൽ ആയാലും ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. പിന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം, അവർക്ക്, പിന്നെ ആരോഗ്യ സ്ഥാപനത്തിനും ഇതിനൊക്കെ നല്ല ഒരു ക്വാളിറ്റി, നല്ലൊരു ഫലങ്ങൾ വേണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലൈസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവാർഡ്സ് ദ പേഷ്യന്റ്. എന്താ? പേഷ്യന്റിന്റെ സംതൃപ്തി, തൊഴിലാളികളുടെ പ്രചോദനം, പിന്നെന്താ? അവര് അർപ്പിക്കുന്ന അർപ്പണബോധം, പേഷ്യന്റിന്റെ കടമ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, അതിൽ 5ാമത്തെ പോയിന്റും അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2ാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം, 3ാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം, 5ാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. 2ഉം 3ഉം 5ഉം ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ 5ാമത്തേൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും? പേഷ്യന്റിന്റെ സംതൃപ്തി എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ റിലൈസ് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കും? എന്തിനാ? തൊഴിലാളികളുടെ പ്രചോദനം, അർപ്പണബോധം, പിന്നെ പേഷ്യന്റിന്റെ കടമ, അതിനൊക്കെ ആശ്രയിച്ച് ഇരിക്കും. അതിനൊക്കെ ആശ്രയിച്ച് ഡെഡിക്കേഷൻ, മോട്ടിവേഷൻ, ഡ്യൂട്ടി ടുവാർഡ്സ് ദ പേഷ്യന്റ്, ഇതിനൊക്കെ ആശ്രയിച്ചിട്ട് എന്തിരിക്കും? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും തീർന്നു. ആർക്കും ഇത്തിരി സ്പീഡ് പോയതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ല, ഞാൻ സോറി പറയാണ്. കാരണം നമ്മൾക്ക് പോർഷൻസ്, ഞാൻ ഇതിനോടൊപ്പം തന്നെ വരാവുന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞത് ഞാൻ ഇത്തിരി സ്പീഡിൽ പോയത് കൊണ്ടാണ്. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടായ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, ഈ അണ്ടർലൈൻ ചെയ്തത് മാത്രം വായിച്ച് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.